ഹലോ സുഹൃത്തുക്കളെ, അമ്പലവാസ എപ്പിസോഡ് 1ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ്. അത് മീനഭരണിയിലെ ഉത്സവമാണ്. അതുകൊണ്ട് പെട്ടെന്നെടുത്ത തീരുമാനം. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഒരുങ്ങി പോകാൻ തീരുമാനിച്ച് കായംകുളത്തു നിന്ന് 2 മണിക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവായി. ഇപ്പോൾ 1 മണിയായി. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. ഞാനും അമ്മയും കൂടെ അന്ന് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ ഭരണിയിൽ അന്ന് പോകാനെന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ ഭരണിയിൽ അന്ന് അവിടെ ഉത്സവം ഒന്നും ഇല്ലെന്നാ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന്റെ ഇതുണ്ട്. മെയിൻ ഉത്സവം ഭരണിക്ക് തന്നെ. പക്ഷെ അശ്വതിക്കാവ് തേണ്ടലിന് പോകുന്നുണ്ട്. അത് ഇന്നാ. അപ്പോൾ അത് കാണാൻ ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ 1:30 ആവുന്നു. ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അപ്പൊ ശരി. തലക്കൊഴിഞ്ഞെടുത്ത് അവിടെ ഇടാൻ വേണ്ടി ഇയാൾ വരുന്നില്ല, ചേച്ചി വരുന്നില്ല. അപ്പം അമ്മയും എന്നോടൊപ്പം വണ്ടി ഓണാക്കണം. പൂവൻ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നടന്നങ്ങോട്ട് പോവുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെയാണ്. 1 ഫ്രണ്ടിൽ പോകുന്നു. 2 ഇരിങ്ങാലക്കുടയ്ക്ക് എടുത്ത് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ പണിയെടുക്കുക ഗൈസ്. വന്ദേ ഭാരതിൻ്റെ ആയിരിക്കും. പുതിയ ട്രാക്കൊക്കെ പണിയുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറാൻ. ഫ്രണ്ടിൽ 5 ജനറലുണ്ട്, ബാക്കിൽ 2 എണ്ണയുള്ളു. ഗുരുവായൂർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിലാണ് പോകുന്നത് നമ്മൾ. ഞങ്ങൾ 1/2 മണിക്കൂർ സക്സസ്ഫുള്ളി ലേറ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വന്നിരിക്കുന്നു ഇരിഞ്ഞാലിക്കുട റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ ചോദിച്ചപ്പോൾ 270 രൂപ. പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങോട്ടങ്ങ് നടക്കാണ്. ഞങ്ങളിവിടെ വീണ്ടും ചോദിച്ച് ഇവിടെ നിന്ന് കുറച്ച് പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടി ബസ് സ്റ്റാൻഡിലേക്ക് ഇത് കിട്ടും. ബസ് കിട്ടുമെന്ന്. അത് ഇരിഞ്ഞാലക്കുടിയിൽ ചെന്നിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് ബസ് എടുത്തുള്ളു. അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് ഇല്ല കൊടുങ്ങല്ലൂർക്ക്. അപ്പോൾ ഇരിഞ്ഞാലക്കുടി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് കാണാം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ ബസ് കയറിയിട്ട് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. പിന്നെ അവിടുന്ന് പ്രൈവറ്റ് ബസ്സുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് നിർത്തും. ക്യൂ കണ്ടോ മക്കളെ? ക്യൂ ഈ ക്യൂ ഉണ്ടോ? ഈ ക്യൂ അങ്ങ് ഒരു 3-4 കിലോമീറ്റർ അപ്പുറം വരെയാണ്. അകത്ത് കയറി തൊഴാനുള്ള ക്യൂവാ. ഞങ്ങൾ മനസ്സ് മാറ്റി ഞങ്ങൾ തൊഴാൻ വന്നെയായിരുന്നു. ഇനി തൊഴുന്നില്ല. ക്യൂ കണ്ടിട്ട് അതാ. അതുകൊണ്ട് ഞങ്ങൾ കാണാൻ. അപ്പോൾ ഞങ്ങൾ കയറി തൊഴുന്നില്ല. അത് പിന്നെ ഒരു ദിവസം വന്ന് തൊഴാന്ന് വിചാരിച്ച്. ഇപ്പോൾ തൊഴാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാനൊക്കത്തില്ല, ഒന്നും പരിപാടിയൊന്നും കാണാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തൊഴുന്നില്ല. പരിപാടിയിലേക്ക് നമുക്ക് കാണാം. അമ്മേ ശരണം, ദേവീ ശരണം.
രണ്ടെണ്ണം എടുക്കും. നാളികേരം രണ്ടെണ്ണം എടുക്കും. ദേവീശ്വരം തയ്യാറെടുപ്പിന് ഉണ്ണിയും കാപ്പ് ചന്ദ്രൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ്. പറപ്പിക്കുന്ന കോഴി എടുക്കാൻ ക്ഷേത്രപാലക നടയിലുള്ള കൗണ്ടറുമായി ബന്ധപ്പെടുന്നത് പറന്നിറക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ
എല്ലാ വഴിപാടുകൾക്കും ദേവസ്വം കൗണ്ടറിൽ നിന്നും ഗൈസ്, നമ്മൾ ആൽത്തറയുടെ അടുത്ത് വന്ന് അമ്മ കപ്പലിൻ്റെ തിന്നുന്ന ചോറൊക്കെ കൊണ്ട് ലാവിഷായി ഇവിടെ വന്ന് ഇരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോവാം എന്നും പറഞ്ഞിരിക്കുക. തിരിച്ചു പോകുന്ന ഗൈസ്. വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയിൽ ഏതാണ്ടേ ഉള്ളൂ. വെളുപ്പിന് 3 മണിക്ക് ഏതാണ്ടേ ഉള്ളൂ. കാഴുപത്തിണ്ടെന്ന് പറയുന്നു. നമുക്ക് വയ്യ, അമ്മയ്ക്ക് വയ്യ, അല്ല കാലുവേദന എടുക്കുന്നു. കാലുവേദന ഒന്നും എടുക്കുന്നില്ല, നിന്നാ നിൽക്കും. പക്ഷെ ഞങ്ങൾ പോവാ, നമ്മുടെ ട്രെയിൻ മിസ്സാവും അല്ലെങ്കിൽ. ഗൈസ്, നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുന്നു. ഇരിഞ്ഞാനിക്കുടയിൽ സ്റ്റോപ്പില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച്. അല്ല, ഒരു അപ്പൂപ്പ പറഞ്ഞ അവിടെ സ്റ്റോപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് വന്നു. പക്ഷെ അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ വന്ന് പിന്നെ നമ്മുടെ കാവുതണ്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും, വരാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. വലിയ പരിപാടിയില്ല, കാവൽത്തുണ്ടിൽ അത് അവരങ്ങ് പോത്തേ ഉള്ളൂ. ബസ്സിനകത്ത് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കല്ല, സീറ്റില്ലായിരുന്നു, അപ്പം നിൽക്കുമായിരുന്നു. അതിൻ്റെ കൂടെ ഉറക്കം ശരിയായില്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. ആൻഡ് ഗൈസ്, നമ്മൾ ഫുഡ് മേടിച്ചിട്ടുണ്ട്. പാർസൽ മേടിച്ച് അവിടെ വല്ലതും ഇരുന്ന് തിന്നണം. ദിസ് ഈസ് മൈ തള്ള. ഞങ്ങൾ കുഴഞ്ഞിരിക്കുന്നു നല്ലപോലെ. കുഴയ്ക്കുന്നു, ഭയങ്കര കുഴയ്ക്കുന്നു. ഞാനെടുത്ത ഫോട്ടോസ് കുറച്ച് കാണിക്കാം. അത് എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ ഏതാണ്ട് എഡിറ്റ് ചെയ്തായിരുന്നു, അല്ലാതെ ഞാൻ കാണിച്ചു തരാം.